അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിന്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിൽ വിശ്വാസികൾ വർദ്ധിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് ദാനധർമ്മങ്ങൾ കൂട്ടുക എന്നത്. റിലീഫ് പ്രവർത്തനങ്ങൾ സന്നദ്ധ സംഘടനകൾ പലരും ഈ വിശുദ്ധ മാസത്തിൽ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കാറുണ്ട്. വിശുദ്ധ ഇസ്ലാം അതിന് എന്തുമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ ഇനിയും സജീവത കൂടാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ഏതാനും ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഞാൻ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാർ ഹിറായിൽ നിന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ആദ്യമായി കണ്ട് ആ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആ ഭാഗങ്ങൾ, ഖുർആനിന്റെ സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ 5 സൂക്തങ്ങൾ, അത് കേട്ട് വളരെ ഭയത്തോടുകൂടെ ഖദീജ ബീവിയുടെ അടുത്തേക്ക് വന്ന് എന്നെ നിങ്ങൾ പുതപ്പിട്ട് മൂടൂ എന്ന് പറയുകയും പുതപ്പിട്ട് മൂടിക്കൊടുത്തതിന് ശേഷം ഒരു അല്പം റിലാക്സ് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്താണ് അങ്ങേക്ക് പറ്റിയത് എന്ന് അന്വേഷിക്കുമ്പോൾ സംഗതികളൊക്കെ വിശദീകരിച്ചു കൊടുത്തല്ലോ. ഇമാം ബുഖാരി അടക്കം ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നമുക്ക് കാണാം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നൽകിയ ഒരു സാന്ത്വനത്തിന്റെ സന്ദേശമുണ്ട്. അതിൽ പറയുന്നത് കല്ലാ ലാ യുഖ്സീകല്ലാഹു അബദ, ഒരിക്കലും അല്ലാഹു തആല തങ്ങളെ വഷളാക്കില്ല, തങ്ങൾ അല്ലാഹു കൈവിടില്ല, തങ്ങൾക്ക് അല്ലാഹു തആല പരാജയം തരില്ല. എന്തുകൊണ്ട് എന്ന ഏതാനും കാരണങ്ങൾ ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു. അതിൽ കാണാവുന്ന ഒന്നാണ് ഇന്നക ലതസിലുർ റഹിമ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ്. അതേപോലെ തക്സിബുൽ മഅദൂമ, ഇല്ലാത്തവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ, അർത്ഥമില്ലാത്തവന് അർത്ഥമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നവരാണ്. വതുഖിരിൽ ലൈഫ, അതിഥിയെ സൽക്കരിക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരാണ്. അപ്പൊ ഇല്ലാത്തവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ, വിഷമിക്കുന്നവന്റെ കണ്ണീരൊപ്പാൻ പ്രവർത്തിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരിക്കലും അല്ലാഹു തആല തങ്ങളെ കഷ്ടപ്പെടുത്തില്ല എന്ന ഗൗരവതരമായ ഒരു ഓഫർ ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ നാവിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ, അത്തരമൊരു സംഗതിയിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ കാന ഫീ ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫീ ഹാജത്തിഹി. തന്റെ സഹോദരന്റെ ആവശ്യ നിർവഹണത്തിൽ ഒരാൾ അധ്വാനിക്കുകയാണെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചു കൊടുക്കും. അതുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവന്റെ കഷ്ടപ്പാട് മാറ്റാനുള്ള റിലീഫ് പ്രവർത്തനത്തിന്റെ പേരിലുള്ള ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ഏറ്റവും വലിയ അഭിമാനത്തോടുകൂടെ നമ്മൾ കാണുകയും അത് കൂടുതൽ കൂടുതൽ സജീവമാക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ മുഴുകുകയും ചെയ്യണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്, ഏറ്റവും നല്ല അമലേതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോൾ റസൂലുള്ള ഒരിക്കൽ പറയുന്ന മറുപടി നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ഖാലുക സുറൂർ അലാ മുഅ്മിനീൻ, നീ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് സന്തോഷം ഇട്ടുകൊടുക്കലാണ്. ആ സന്തോഷത്തിന്റെ കാരണങ്ങൾ എന്താകാം? ഒന്നുകിൽ അസ്ബഅത ജൗഅതഹു, അവന്റെ വിശപ്പ് മാറ്റിയതാവാം. ഔ കസൗത ഔറതഹു, അല്ലെങ്കിൽ അവന് നീ നഗ്നത മറക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്തതാകാം. ഔ ഖളൈത ലഹു ഹാജത്തൻ, അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും ഒരു ആവശ്യം പൂർത്തിയാക്കി കൊടുത്തതാകാം. ഈ നിലക്ക് ഏത് കഷ്ടത അനുഭവിക്കുന്നവന്റെ കഷ്ടപ്പാടുകളുടെ വിവിധ മേഖലകൾ ഉണ്ടാകും. ആ മേഖലകളിൽ ആ കഷ്ടപ്പാട് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. ഇനി മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവര് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരികളായിട്ടുള്ളവരാണ്. ആണോ? ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പടച്ചോൻ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമീൻ, ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് നീ ഉണ്ടാക്കി കൊടുക്കുന്ന സന്തോഷമാണ്. ഔ തക്ശിഫു അൻഹു കുർബത്തൻ, അല്ലെങ്കിൽ അവന്റെ ഒരു വിഷമം തീർത്തു കൊടുക്കുന്ന സന്തോഷമാണ്. ഔ തഖ്ളി അൻഹു ദൈനൻ, അല്ലെങ്കിൽ അവന്റെ ഒരു കടം വീട്ടിക്കൊടുക്കാൻ സഹായിക്കുന്ന സന്തോഷമാണ്. ഔ തത്റുദ് അൻഹു ജുഅൻ, അല്ലെങ്കിൽ അവന്റെ വിശപ്പകറ്റാനുള്ള ശ്രമം നീ നടത്തുന്നതാണ്. വല അൻ അംശിയ മാ അഖിൽ മുസ്ലിമി ഫീ ഹാജതിഹി, ഒരു മുസ്ലിമിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി അവന്റെ കൂടെ നടക്കൽ. അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. മിന്നൻ അഅ്തകിഫ ഫിൽ മസ്ജിദി ഷഹ്റാ,
മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ, നോക്കൂ നിങ്ങൾ, മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ ഏതാ, മറ്റു പള്ളികളിലൊക്കെ ചെയ്യുന്നതിനേക്കാൾ 1000 ഇരട്ടി പ്രതിഫലം എന്തായാലും ലഭിക്കുമെന്ന് ഉറപ്പുള്ള പള്ളി. അവിടെ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു മനുഷ്യന്റെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സഹായിയായിട്ട് അവന്റെ കൂടെ നടക്കലാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതേപോലെ വല അൻ അംശിയ വമൻ കഫ ഗളബഹു സതറല്ലാഹു ഔറതഹു, ഒരാൾ അവന്റെ ദേഷ്യം അനുസരിച്ച് പ്രവർത്തിക്കാതെ അതങ്ങ് മൂടി വെക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവന്റെ ന്യൂനതകൾ അല്ലാഹു മറച്ചു വെക്കും. ഒമൻ കലമ ഐലൻ, ദേഷ്യം ഒരാൾ അമർത്തി, വലൗ ശാഅ യുംലിയഹു അല്ലാഹു, ആ ദേഷ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവൻ തീരുമാനിച്ചാൽ നടപ്പാക്കാൻ സാധിക്കുന്ന ആള്. അല്ലാതെ എന്നേക്കാൻ കഴിയാത്ത ആള് ഞാൻ ഇവിടെ നിന്ന് എണിച്ചാ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. അതേസമയത്ത് അവൻ ആ ദേഷ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് വിചാരിച്ചാൽ പ്രവർത്തിക്കാൻ അവന് സാധിക്കുന്ന കഴിവുണ്ട്. അങ്ങനത്തെ ആള് കഴിവുണ്ടായിട്ടും ആ ദേഷ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ അവൻ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നാൽ മല അല്ലാഹു ഖൽബഹു റിളൻ യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ അവന്റെ ഹൃദയത്തെ അല്ലാഹു തആല പൂർണ്ണ സംതൃപ്തി കൊണ്ട് നിറക്കുന്നതാണ്. വമൻ മശാ മഅ അഖീഹിൽ മുസ്ലിമി ഫീ ഹാജതിഹി, മറ്റൊരു മുസ്ലിമിന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി അവന്റെ കൂടെ നടന്നാൽ ഹത്താ യുസ്ബിതഹ ലഹു, അതവന് സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നത് വരെ, വെച്ചാൽ ആ ആവശ്യം തീരുന്നത് വരെ അവന്റെ കൂടെ തന്നെ അത് നിർവഹിക്കാൻ വേണ്ടി നടന്നു. അസ്ബത്ത് അല്ലാഹു തആല ഖദമഹു, അല്ലാഹു തആല അവന്റെ കാൽപാദത്തെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. യൗമ തസില്ലുൽ അഖദാം, നാളെ പരലോകത്ത് ജഹന്നം എന്ന നരകത്തിന്റെ മീതെ സ്ഥാപിച്ചിരിക്കുന്ന സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിൽ നിന്ന് പലരും അടിതെറ്റി വീഴുന്ന, നരകത്തിലേക്ക് വീഴുന്ന നിർണായകമായ ഘട്ടത്തിൽ അല്ലാഹു തആല ഇവന്റെ കാൽപാദങ്ങളെ സിറാത്ത് പാലത്തിന്റെ മേലെ ഉറപ്പിച്ചു നിർത്തും. വഅന്ന സൂഅൽ ഖുലുഖി ലയുഫ്സിദുൽ അമല, ചീത്ത സ്വഭാവങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒക്കെ നന്മ നഷ്ടപ്പെടുത്തുകയും അതിന്റെ ശോഭ കെടുത്തുകയും ചെയ്യും. തേനിലേക്ക് കുറച്ച് സുർക്ക വീണാൽ എങ്ങനെ ഉണ്ടാകും എന്നതുപോലെ. അപ്പൊ ഈ ഹദീസിൽ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്ത്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഓന്റെ കൂടെ നടക്കുക. ചിലപ്പോ ഒരാൾക്ക് ഒരു ഹെൽപ്പ് ആവശ്യം ഉണ്ടാകും, അവന്റെ ഒരു ഫയൽ ശരിയായി കിട്ടാനുണ്ട്, അല്ലെങ്കിൽ അവനൊരു ജോലി ശരിയാക്കാനുണ്ട്, അല്ലെങ്കിൽ അവന്റെ മകളുടെ കല്യാണം നടക്കുന്നുണ്ട്, അതിനാവശ്യമായ പ്രവർത്തനത്തിൽ കൂടെ നടക്കുന്ന ആ ഒരു സമീപനം, അത്തരം ഒരു ശൈലി, അതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെമ്പാടും കണ്ടിരുന്നു. ഇപ്പൊ അതൊക്കെ എടുക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കല്യാണം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ പന്തലിടാനും അതേപോലെ തന്നെ ചെമ്പ് കൊണ്ടുവരാനും ബാക്കി സംഗതികൾക്കൊക്കെയുള്ള ആ സഹായങ്ങളുമായിട്ട് നാട്ടുകാരായ അയൽവാസികളായ കുടുംബക്കാരായ ആളുകളൊക്കെ ഒപ്പം ഉണ്ടാകും. അതേസമയത്ത് ഇന്നത്തെ ഒരു അവസ്ഥ എന്താ, ഇവന്റ് മാനേജ്മെന്റ് ആണ് പലപ്പോഴും എല്ലാ സ്ഥലത്തും എല്ലാ സംഗതികളും നിർവഹിക്കുന്നത് എന്നൊരു ദുരന്തം അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് കാരുണ്യത്തിന്റെ ഉറവ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മാതൃകാപരമായ ഇത്തരം റിലീഫ് പ്രവർത്തനത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും നല്ല പുണ്യമാണ്. റമളാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കാന അജ്വദന്നാസ്, റസൂലുള്ള ഏറ്റവും കൂടുതൽ ധർമ്മിഷ്ഠനാകുന്ന മാസമാണ്. എല്ലാ കാലത്തും റസൂലുള്ള ധർമ്മിഷ്ഠൻ തന്നെ, ചോദിച്ച ഒരാളെയും റസൂലുള്ള മടക്കലില്ല, നല്ല വാക്ക് പറഞ്ഞല്ലാതെ ഒരാളെയും റസൂലുള്ള തിരിച്ചേക്കലില്ല. എന്നാൽ റമളാൻ വരുമ്പോൾ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധർമ്മത്തിന്റെ വിഷയത്തിൽ മുന്നോട്ട് പോകും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുമെങ്കിൽ ആ മഹത്തായ പ്രവർത്തനത്തിന്റെ ചുവടുപറ്റി ഇത്തരത്തിലുള്ള നന്മകൾ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങുന്നവർ, അങ്ങനെ ഏതെങ്കിലും വിഷമിക്കുന്ന മനസ്സുകൾക്ക് അവരുടെ വിഷമത്തിന് പരിഹാരം കാണാൻ വേണ്ടി അധ്വാനിക്കുന്നവർ ഏറ്റവും നല്ല പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് എന്ന് ചിന്തിക്കുകയും ഇത്തരം സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ അത് കൂടുതൽ കൂടുതൽ സജീവമാക്കാനും അതിൽ ആത്മാർത്ഥമായി നമ്മൾ ഇടപെടാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.